പിന്നെ പറയുമെങ്കിൽ മന്ത്രമല്ല, നിങ്ങൾ മന്ത്രിക്കൂല, നിങ്ങൾക്ക് മന്ത്രമല്ലേ? ഉറങ്ങാൻ കിടക്കുമ്പോൾ അള്ളാഹിൻ്റെ റസൂൽ എന്താ പറഞ്ഞത്? കുൽ വല്ലാഹു അഹദ്, ഖുൽ ഔദു റബ്ബിൽ ഫലഖ്, നാസ് ഇതൊക്കെ ഓതിയിട്ട് കൈകളിൽ ഊതിയിട്ട് ആ കൈ കൊണ്ട് തലേന്ന് മുതങ്ങട്ട് ശരീരത്തിലേക്ക് തടവാൻ പറ്റുന്നിടത്തൊക്കെ തടവണം. രോഗം ബാധിച്ചോ സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വദത്തൈനിയൊക്കെ ഓതാൻ പറഞ്ഞില്ലേ? ഒരു രോഗിയെ സന്ദർശിക്കുകയാണ്, കൈവെക്കാൻ പറ്റുന്ന രോഗിയാണെങ്കിൽ കൈ വെച്ചിട്ട് നമ്മൾ അല്ലാഹുമ്മ റബ്ബൻ നാസ് തുടങ്ങുന്ന ദുആ മുഴുവൻ പറയാൻ എനിക്ക് നേരല്ല. ആ ദുആ പറയുന്നില്ലേ? രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? പിന്നെ എന്ത് മന്ത്ര? ഗർഭിണിയായി കഴിഞ്ഞാൽ 8-ാം മാസം ആയാൽ തേങ്ങ അതിങ്ങനെ ഗർഭിണിയുടെ തലയിൽ ഇങ്ങനെ വട്ടം കറക്കിയിട്ട് അതുകൊണ്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ നേർച്ചാക്കി ഔലിയാക്കന്മാർക്ക് വേണ്ടി കൊടുക്കുക. അതാ മന്ത്രം? അത് ഞങ്ങൾ ചെയ്യണോ? നിങ്ങളെ ഈ മന്ത്രം, വാദം പിടിച്ച മന്ത്രം, ദുർമന്ത്രം, ഹോമം, ഉർക്ക്, നറുക്ക്, ഇതൊന്നും ഞങ്ങൾക്കില്ല. അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ച എല്ലാ മന്ത്രങ്ങളും ദിക്റുകളും ദുആകളും കൊണ്ട് തന്നെ ഞങ്ങൾ നടക്കുന്നത്.